ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഷാനാസ് റെസിപ്പീസ്. അപ്പോൾ എന്തെല്ലാം എല്ലാവർക്കും സുഖമല്ലേ? തേങ്ങയൊന്നും ചേർക്കാതെ ഒരു തേങ്ങാക്കറി ആയാലോ? അതെങ്ങനെയാണെന്നല്ലേ? വാ, നമുക്കതിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ അതിലേക്കായി ഞാനിവിടെ ചെറിയ ഉള്ളി ഒരു 5-6 എടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി, 2 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, ഇവയൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി പാൻ എടുക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് നമ്മൾ ഈ മുറിച്ചിട്ടതൊക്കെ ഒന്ന് വഴറ്റാൻ വേണ്ടി വെക്കാം. അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ കുറച്ച് ഉടഞ്ഞ് കിട്ടുന്ന പാകത്തിലാവുമ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് മിക്സിൻ്റെ ജാറിൽ കോരി മാറ്റാം. ഇനി അതൊന്ന് അരച്ചെടുക്കാം. അപ്പോഴത്തേക്കും നമ്മൾ പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കുന്നുണ്ട്. അപ്പം നമ്മൾ നേരത്തെ അരപ്പ് തയ്യാറാക്കിയത് അതും കൂടി അതിലേക്ക് ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള പൗഡേഴ്സ് ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി കറിവേപ്പില ചപ്പും കുറച്ച് പുളിൻ്റെ വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് തിളക്കാനാവുമ്പോൾ നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച അയില കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അങ്ങനെ അയില അവിടെ നിന്ന് ഒന്ന് വേകുന്നത് വരെ ഒന്ന് തിളക്കട്ടെ. അങ്ങനെ നമ്മുടെ തേങ്ങ അരക്കാത്ത അയിലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.